നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ആദ്യ വാർത്തയിലേക്ക്. പശ്ചിമേഷ്യയിൽ സമാധാനമകലെ. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്ക നിർദ്ദേശിച്ച സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മേഖലയിൽ ഉടനീളം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെയാണ് സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായത്. ഇറാൻ ഇതിനകം വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ കടുപ്പിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന മറുപടിയാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയതെന്നാണ് സൂചന. മേഖലയിലുടനീളം, പ്രത്യേകിച്ച് ലെബനോണിൽ അടക്കം യുദ്ധം അവസാനിപ്പിക്കണം, ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം നയതന്ത്ര ചർച്ച നടക്കുമ്പോഴെല്ലാം അമേരിക്ക സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് ആരോപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിക്കിടെ വീണ്ടും എണ്ണവില വർദ്ധിച്ചു. തിങ്കളാഴ്ച ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $3 ഉയർന്ന് $104.47 അതേസമയം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അമേരിക്കൻ സാമ്പത്തിക സഹായം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി CBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർക്ക് ഫ്രം ഹോം രീതിക്ക് പ്രാധാന്യം നൽകുക, പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുക, സ്വർണം വാങ്ങൽ കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്. സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കുന്നുവെന്ന വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ആഗോളതലത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. पेट्रोल डीजल इतना ज्यादा महंगा हो गया है, पहले से कई गुना ज्यादा कीमतें बढ़ गई है, तो हम सबका दायित्व है पेट्रोल डीजल बचाकर हमें वो मुद्रा भी बचानी है. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനും വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി മെട്രോ ട്രെയിനുകൾ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ചരക്ക് നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണം. വർക്ക് ഫ്രം ഹോം സംവിധാനവും ഓൺലൈൻ ക്ലാസുകളും പ്രയോജനപ്പെടുത്തണം. 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കണം. അത്യാവശ്യമില്ലാത്ത വിദേശയാത്ര ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി. ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കുന്നത് രാജ്യത്ത് സാമ്പത്തിക ഭദ്രതയ്ക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും ഗുണകരമാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി. കർഷകർ രാസവളങ്ങളുടെ ഉപയോഗം 50% കുറയ്ക്കണമെന്നും ഡീസൽ പമ്പുകൾക്ക് പകരം സൗരോർജ്ജത്തിലേക്ക് മാറണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജനങ്ങൾ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരാജയത്തിന്റെ തെളിവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഉത്തരവാദിത്തത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തം മാറ്റുന്നുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. 24 ഡൽഹി. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്ന് ആവർത്തിച്ച് പെട്രോളിയം മന്ത്രാലയം. ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വിശദീകരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നാലെയാണ് വിശദീകരണം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തിൽ തടസ്സമുണ്ടാക്കിയെങ്കിലും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ചില്ലറ വിൽപ്പനശാലകളിൽ പോലും ഇന്ധനക്ഷാമം നേരിടുന്നില്ലെന്ന് पेट्रोलियम मंत्रालय. पेट्रोल और डीजल के पर्याप्त स्टॉक्स अवेलेबल हैं. ഗാർഹിക പാചക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം ഉറപ്പാക്കുന്നുണ്ട്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം വിശദീകരിച്ചു. രാജ്യത്ത് കർഷകർക്കായി രാസവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് രാസവള മന്ത്രാലയവും വ്യക്തമാക്കി. The fertilizer stock is comfortable. The domestic production and import of fertilizer after the crisis period has been 76.78 has been the domestic production. So a total of 97 lakh metric ton of fertilizer has been added to the availability after the crisis situation. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയുണ്ടായ ആശങ്കകളെ തുടർന്നാണ്
അന്തർമന്ത്രാലയങ്ങളുടെ വിശദീകരണം. 24 ഡൽഹി. ഹാൻഡ വൈറസ് വ്യാപിച്ച MV ഹോണ്ടിയസ് ക്രൂസിലെ ഒരു യാത്രക്കാരന് കൂടി രോഗം സ്ഥിരീകരിച്ചു. കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച അമേരിക്കൻ പൗരനാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കപ്പലിലുണ്ടായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റി. ഹാൻഡ വൈറസ് വ്യാപിച്ച ഡച്ച് ക്രൂയിസ് MV ഹോണ്ടിയാസിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് കപ്പലിലുണ്ടായിരുന്ന US പൗരന്മാരിൽ ഒരാൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചത്. കപ്പലിലുണ്ടായിരുന്ന 17 US പൗരന്മാർക്ക് നടത്തിയ പരിശോധനയ്ക്കിടെ ഒരാൾക്ക് ആൻഡീസ് വൈറസിന്റെ PCR ടെസ്റ്റ് പോസിറ്റീവ് ആവുകയായിരുന്നു. യാത്രക്കാരിൽ ഒരാൾക്കുകൂടി നേരിയ തോതിൽ രോഗലക്ഷണമുണ്ടെന്നും US ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ച യാത്രക്കാരുടെ എണ്ണം 9 ആയി. അതേസമയം യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ അതത് രാജ്യങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 150ഓളം യാത്രക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. വിമാനയാത്രയ്ക്കിടെ ഫ്രഞ്ച് യാത്രക്കാരിൽ ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതായി ഫ്രാൻസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒഴിപ്പിക്കുന്ന എല്ലാ യാത്രക്കാരെയും ആശുപത്രിയിലേക്ക് മാറ്റും. ഇവർക്ക് 72 മണിക്കൂർ ആശുപത്രി ഐസൊലേഷനും ഏർപ്പെടുത്തും. ആശുപത്രി നിരീക്ഷണത്തിന് ശേഷം യാത്രക്കാർക്ക് 42 ദിവസത്തെ ഹോം ക്വാറന്റൈൻ വേണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടെ കപ്പലിലുണ്ടായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇവർക്ക് രോഗലക്ഷണങ്ങളില്ലെന്നും മാഡ്രിഡിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഡച്ച് ദമ്പതികളും ഒരു ജർമ്മൻ പൗരനുമടക്കം കപ്പലിലുണ്ടായിരുന്ന 3 പേരാണ് ഇതുവരെ ഹാൻഡ വൈറസ് ബാധിച്ചു മരിച്ചത്. കപ്പലിൽ വ്യാപിച്ച ഹാൻഡ വൈറസിന്റെ ആന്റീസ് വിഭാഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേട് പരാതിയിൽ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണം കേരളത്തിലേക്ക്. കേരളത്തിൽ MBBS പഠിക്കുന്ന ചുരു സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഷിക്കാറിൽ വിൽപ്പന നടത്തിയ മാതൃകാ ചോദ്യപേപ്പറിന് യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചാ വിവാദത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നു. യുവാക്കളുടെ ഭാവി BJP സർക്കാർ കൊള്ളയടിക്കുകയാണെന്നും യുവാക്കളുടെ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ഈ മാസം 3 നടന്ന നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായാണ് ഉയരുന്ന പരാതി. പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപ് രാജസ്ഥാനിലെ സിക്കറിൽ മാതൃകാ ചോദ്യപേപ്പറുകൾ വ്യാപകമായി പ്രചരിച്ചു. പരീക്ഷയ്ക്ക് ശേഷം യഥാർത്ഥ ചോദ്യപേപ്പറിലെ 140 ചോദ്യങ്ങൾ മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുമായി സാമ്യം, അതായത് 600 മാർക്കിന്റെ ചോദ്യങ്ങൾ മുൻകൂട്ടി പ്രചരിച്ച ചോദ്യപേപ്പറിലുണ്ടെന്ന് രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കണ്ടെത്തി. അന്വേഷണത്തിൽ കേരളത്തിൽ MBBS പഠിക്കുന്ന ചുരു സ്വദേശിയായ വിദ്യാർത്ഥി മാതൃകാ ചോദ്യപേപ്പർ ഈ മാസം 1 സിക്കറിലെ തന്റെ സുഹൃത്തിന് കൈമാറിയതായി കണ്ടെത്തി. തുടർന്ന് ഇത് വ്യാപകമായി പ്രചരിച്ചു. 20,000 മുതൽ 2 ലക്ഷം വരെ രൂപയ്ക്കായിരുന്നു ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയത്. ഇതോടെ അന്വേഷണം ചുരു സ്വദേശിക്ക് വേണ്ടി കേരളത്തിലേക്കും വ്യാപിപ്പിച്ചു. എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വ്യാപകമായി ചോദ്യപേപ്പർ പ്രചാരം നടന്നതായി കണ്ടെത്തി. പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യപേപ്പർ ചോർന്നതാണോ എന്നാണ് രാജസ്ഥാൻ പോലീസ് പരിശോധിക്കുന്നത്. രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമായിരിക്കും NTA തുടർ നടപടി സ്വീകരിക്കുക. 24 ഡൽഹി. ശ്രീലങ്കൻ തീരത്തിന് സമീപം രൂപം കൊണ്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴയിൽ കോഴിക്കോട് നാദാപുരത്ത് കടകളിൽ വെള്ളം കയറി. ഇടുക്കി മൂലമറ്റത്ത് വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് പതിച്ചു. കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലിൽ വീടിന്റെ ചുമര് തകർന്നു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിൽ കോഴിക്കോട് നാദാപുരത്ത് കടകളിൽ വെള്ളം കയറി. വിലങ്ങാട് മലയോര മേഖലകളിൽ ഉൾപ്പെടെ അതിശക്തമായ മഴ പെയ്തു. കല്ലാച്ചിയിൽ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ടുണ്ടായി. ഇടുക്കി മൂലമറ്റത്തിനു സമീപം 7-ാം മൈലിൽ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുത പോസ്റ്റ് റോഡിലേക്ക് പതിച്ചു. തലനാരിഴയ്ക്കാണ് കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് വൻ നാശനഷ്ടമുണ്ടായി. ബൈപ്പാസിൽ നിർത്തിയിട്ട കാറുകൾക്ക് മേലെയും മരം വീണു. നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. നരിക്കുനി വാര്യം വീട്ടിൽ മാധവൻ നായരുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീട്ടിലുണ്ടായിരുന്ന കോഴികളും ചത്തു. ശക്തമായ മഴയിൽ കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് തൂക്കുപാലത്തിന് മുകളിൽ മരം ഒടിഞ്ഞു വീണു. അലക്സ് നഗർ കാഞ്ഞിലേരി തൂക്കുപാലത്തിന്റെ ഒരു ഭാഗത്താണ് മരം വീണത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കുപ്പത്ത് വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിയെത്തി. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ശ്രീലങ്കൻ തീരത്തിനു സമീപം രൂപം കൊണ്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് തൊണ്ടയാട് ദേശീയപാതയോട് ചേർന്ന സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞുപോയത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. വലിയ ചരക്ക് ലോറി കടന്നു പോകുമ്പോഴാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത്. സമീപവാസികൾ ശബ്ദം കേട്ടെത്തിയപ്പോഴാണ് സ്ലാബ് തകർന്നത് കണ്ടത്. 6 മാസം മുമ്പ് പണി പൂർത്തിയാക്കിയ തൊണ്ടയാട് സർവീസ് റോഡിന്റെ പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരു ലോഡിംഗ് വണ്ടി പോയപ്പം ഒരു ഭയങ്കര ശബ്ദം. ആ വണ്ടി കുറച്ച് മുന്നോട്ട് വന്ന് ഓഫായി. പിന്നെ അവരെ ആൾ വന്ന് വണ്ടി എടുത്തിട്ട് വേറെ എന്തൊക്കെ സംവിധാനം ചെയ്ത് പോയി. ഇപ്പോൾ ഇത് പൊട്ടാനുള്ള കാരണം വേറൊരു വണ്ടി വന്നിട്ട് ഒരു ഇതേമാതിരി കയറ്റി ഇറങ്ങി കയറിയുമ്പം ഭയങ്കര ഒരു ശബ്ദം, അത് പൊട്ടിപ്പോയി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. തൊട്ടടുത്ത് ആശുപത്രിയും മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. നാട്ടുകാരാണിപ്പോൾ ഇവിടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ ചെടികളും സാധനമൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ സ്പീഡിൽ വരുന്ന ബൈക്കൊക്കെ ഇതിൽ കുടുങ്ങി പോവാണ്. ഏകദേശം ഒരു 3 വർഷത്തോളം ഈ റോഡിൻ്റെ ദുരന്തത്തിന് വേണ്ടി എല്ലാ സഹകരണം ചെയ്ത് അനുഭവിച്ചതാണ്. ഇപ്പോഴും ദുരിതം തീരുന്നില്ല, പണി തീർന്നിട്ടും വീണ്ടും ഇതുമായുള്ള പൊട്ടലും ബുദ്ധിമുട്ടുകളും. ഈ ഒരു റോഡ് ഇത് ഗവൺമെൻറ് സ്ഥലമാണ്. ഇതിലൊന്ന് ഈ പൈപ്പ് ഇട്ടുണ്ടെങ്കിൽ അത്രയും വീതിയിൽ ഈ റോഡ് കൊണ്ടുവരാൻ ഈ ഓവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും പറ്റും. ബാക്കിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സ്ഥലമാണിത്. വൈകിട്ടോടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തൊഴിലാളികളെത്തി റോഡ് റിപ്പയറിംഗിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡിൽ മുഴുവൻ ഇതേ അവസ്ഥ ആണെന്നത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം റോഡിന് താഴെ ഓവുചാൽ കടന്നു പോകുന്നു എന്നതും വലിയ ആശങ്കയാണ്. 24 കോഴിക്കോട്. കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിയിൽ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കലക്ടർ. RDയുടെ നേതൃത്വത്തിലുള്ള സംഘം അടിയന്തര പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണം. തഹസിൽദാർ, പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയ വിവിധ വകുപ്പ് പ്രതിനിധികൾ സംയുക്തമായാണ് അന്വേഷണം നടത്തുക. ശനിയാഴ്ച പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെ ഞായറാഴ്ച രാവിലെയോടെയാണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയത്. തുടർന്ന് RDO പ്രാഥമിക പരിശോധന നടത്തി കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തിരികെ വാർത്തകളിലേക്ക്. ലേറ്റ് എഡിഷൻ തുടരുകയാണ്. 7ാം നാളും മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ കോൺഗ്രസ്. മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ AICC 3 രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ ഗ്രൂപ്പ് അനുകൂലികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. K. സുധാകരൻ. മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ ഡൽഹിക്ക് വിളിപ്പിച്ചതിൽ VD സതീശൻ ക്യാമ്പിന് അതൃപ്തിയുണ്ട് എന്നാണ് വിവരം. 7ാം ദിനത്തിലും മുഖ്യമന്ത്രി ആര് എന്നതിൽ പ്രഖ്യാപനമുണ്ടാകാൻ സാധ്യതയില്ല. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിലാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര തന്നെ. ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. നാളെ ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള കൃത്യമായൊരു വിശദീകരണം നൽകും. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലേക്കില്ലെന്നറിയിച്ചു. ഏതായാലും ഞാൻ ഡൽഹിയിൽ പോകുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് അവരെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ AICC 3 രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചു. അതേസമയം K. സുധാകരൻ കണ്ണൂരിലെ ഗ്രൂപ്പ് അനുകൂലികളുടെ യോഗം വിളിച്ചു. ഡൽഹിയിൽ നിന്ന് തിരികെത്തിയ ശേഷം യോഗം ചേരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൽ മുസ്ലിം ലീഗിലും അതൃപ്തി പുകയുകയാണ്. തീരുമാനമാകാത്തത് കാരണം 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞു. ഇതിനാണോ നിങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പീടികയിൽ പോയാലും അവിടെ സംസാരം അതാണ്. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസാര വിഷയം. തീരുമാനം വൈകുന്നത് രംഗം ശാന്തമാക്കാനാണെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ വാദം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ KPCC അധ്യക്ഷ സ്ഥാനത്തിനായും നേതാക്കളുടെ അവകാശവാദം.
AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിനായി നീക്കങ്ങൾ ഊർജിതമാക്കി നേതാക്കൾ. ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. പലതവണ മാറ്റി നിർത്തപ്പെട്ടുവെന്നും മുതിർന്ന നേതാവ് എന്ന നിലയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ അർഹനാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് ഖാർഗെയെ അറിയിച്ചു. കേരളത്തിലെ 16 സംവരണ സീറ്റുകളിൽ 11-ലും UDF വിജയം നേടിയത് വലിയ നേട്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും 24-നോട് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. ആര് KPCC അധ്യക്ഷനാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ചർച്ചകൾ ആരംഭിക്കുന്ന സമയത്ത് തീർച്ചയായും പാർട്ടി നേതൃത്വം, അതായത് AICC നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹ്റാൻ എത്തിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം. അതേസമയം ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിനിടെ ഫ്ലക്സ് വെച്ച് കുടുങ്ങിയിരിക്കുന്ന തൃശൂർ വാടാനപ്പള്ളിയിലെ CPIM പ്രവർത്തകൻ KC വേണുഗോപാൽ അനുകൂല ഫ്ലക്സ് സ്ഥാപിച്ചത് CCTVയിലൂടെ പുറത്തുവന്നതോടെ CPM പ്രവർത്തകനായ അരവശ്ശേരി മുഹമ്മദ് കുറ്റസമ്മതം നടത്തി. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഫ്ലക്സ് സ്ഥാപിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഫ്ലക്സ് യുദ്ധവും തെരുവിലിറങ്ങി നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധവും അവസാനിപ്പിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയ അതേ രാത്രിയിലാണ് CPIM പ്രവർത്തകനായ അരവശ്ശേരി മുഹമ്മദ് സേവ് കോൺഗ്രസിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. KC നയിക്കട്ടെ എന്നായിരുന്നു ബോർഡിലെ വാചകം. സംശയം തോന്നിയ കോൺഗ്രസ് പ്രവർത്തകർ CCTV തിരഞ്ഞതോടെയാണ് കള്ളി വെളിച്ചത്തായത്. കോൺഗ്രസിൽ വിപ്ലവമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് അരവശ്ശേരി മുഹമ്മദിന്റെ ശബ്ദരേഖ. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തലയിൽ മുണ്ടിട്ടിട്ട് ചെയ്യുന്ന ഈ പ്രക്രിയ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ നല്ലവരായ CPMകാർ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു UDFനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രാദേശിക നേതാവിന്റെ നടപടി തള്ളി CPIM ജില്ലാ നേതൃത്വം. പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അവിടെ അങ്ങനെ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് മെമ്പർഷിപ്പിൽ വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന കാര്യം ഞങ്ങൾ അറിയിക്കുക. കോൺഗ്രസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരവശ്ശേരി മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ വിട്ടു. 24 തൃശൂർ. ലേറ്റ് എഡിഷനിലേക്ക് വീണ്ടും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ ഭരണപരാജയങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെ CPIM പോളിറ്റ് ബ്യൂറോ. ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായെന്നും വിമതർ പാർട്ടിയെ വഞ്ചിച്ചെന്നുമാണ് പരാമർശങ്ങൾ. പരാജയത്തിൽ പിണറായി വിജയനെ ഒറ്റയ്ക്ക് പഴിക്കേണ്ടെന്നും പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിലാണ് നടക്കേണ്ടതെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. എന്തുകൊണ്ട് തോറ്റു? CPIM പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തലുകൾ ഇങ്ങനെ: ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി, പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി, ആസൂത്രിത നീക്കം നടത്തിയ വിമതരുടെ ജയത്തിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ട്. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോർന്നിട്ടില്ല എന്നാണ് സംസ്ഥാന ഘടകം യോഗത്തിൽ വ്യക്തമാക്കിയത്. പരാജയത്തിൽ പിണറായി വിജയനെ ഒറ്റയ്ക്ക് പഴിക്കേണ്ടെന്നും പാർട്ടി ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ജനറൽ സെക്രട്ടറി MA ബേബി. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ PBയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും MA ബേബി. അതിനെക്കുറിച്ച് ചർച്ച നടക്കേണ്ട സ്ഥലത്ത് ചർച്ച തീരുമാനം വരുമ്പോൾ ഞങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും, നിങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പിണറായി വിജയന്റെ മറുപടി ചിരി മാത്രമായിരുന്നു. ഇന്ന് ഉണ്ടാവോ പ്രതിപക്ഷ നേതൃസ്ഥാന പ്രഖ്യാപനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസ്ഥാന തലത്തിൽ നാളെയാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. 24 ഡൽഹി. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു.